ഇത് സ്ക്രീനിൽ നമ്മളെ സംസാരിക്കുന്ന ആളെ തന്നെ കാണുന്നുണ്ടോ? ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇന്ന് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ സംസാരങ്ങളുടെ ഒരു തുടർച്ച കൂടിയാണ്. അതായത് ഏതാനും റെക്കോർഡുകൾ ഓൺ ചെയ്ത് സംസാരിക്കാം. എല്ലാവരും ഒരേ സമയം സംസാരിക്കലാകാതിരിക്കാനാണ് റീസെന്റ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിലവിൽ ഏറ്റവും കൂടുതൽ മൂല്യങ്ങൾ പുലർത്താനും അതോടൊപ്പം സുരക്ഷിതത്വം പാലിക്കാനും പറ്റുന്ന ബിസിനസ്. ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിലെ ഏറ്റവും വലിയ മൂല്യങ്ങളിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ബിസിനസ് ചെയ്യുക എന്നതിലുപരി ഈ ബിസിനസ് കൊണ്ട് ഒരു ക്ലയന്റിന് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്ന പ്രയോഗത്തെക്കാൾ ബിസിനസ്സിൽ പ്രയോഗിക്കുന്നത് ഗസ്റ്റ് എന്നാണ്. ഗസ്റ്റിന് നേട്ടം ഉണ്ടാകണം എന്ന ചിന്ത കൂടി പ്രാധാന്യം നൽകുന്നതാണ് ഈ ബിസിനസ് രീതി. ഇത് കേവലം പറച്ചിലാകരുത്, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ആവുക. ഒരു കസ്റ്റമർക്ക് നേട്ടം ഉണ്ടാവുക, കസ്റ്റമറുടെ പുരോഗതി. ഒരാളൊരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ ആ ഉപയോഗിക്കുന്ന ആൾക്ക് അതിന്റെ നേട്ടം കിട്ടണം എന്ന ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് വരാൻ പറ്റണം. അങ്ങനെ വരാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നാം പരിചയപ്പെടുത്തുന്നത്. കാരണം ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് മെഡിക്കേഷൻ, ചികിത്സ എന്ന് പറയുന്നത്. രോഗം നിർണയിക്കാനും ചികിത്സിക്കാനും നൂതന മാർഗങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ പോലും പ്രശ്നങ്ങൾ മനുഷ്യനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ചികിത്സകൾ മനുഷ്യന് കുറച്ച് പ്രയാസങ്ങൾ, സാമ്പത്തികമായി കൂടി പ്രയാസങ്ങൾ സമ്മാനിക്കുകയല്ലാതെ പൂർണ്ണമായി പരിഹാരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാത്ത ഒരു രംഗം നമുക്ക് ധാരാളമായി കാണാം. ഇവിടെ ഈ കാലത്ത് പ്രസക്തമാകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രാധാന്യം, സാധാരണ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് കിട്ടുന്നത് കുറഞ്ഞു വരികയാണ്. നേരത്തെയൊക്കെ നമ്മുടെ ശരീരം ചലിക്കുന്ന രംഗമാണ് കൂടുതൽ. ഇപ്പൊ എന്റെ ഒരു കുഞ്ഞു നാളിൽ തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ബന്ധു വീടുകളിൽ നടന്ന് പോയത് ധാരാളം ഉണ്ടായിരുന്നു. 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ നടന്നു പോയി. അതൊരു പ്രയാസവും ഇല്ലായിരുന്നു. അതുപോലെ മറ്റ് ജോലികൾ പലതും നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നത് കാണാമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് മാനുവലായി അരി അരക്കുന്നത്, തേങ്ങ അരക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ കാലക്കാരും കണ്ടിട്ടന്നെ ഉണ്ടാവില്ല, അങ്ങനെ പ്രോസസ്സ് തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ആ സ്ഥാനത്ത് നമ്മൾ എല്ലാം മെഷീനായി നമ്മുടെ ശരീരം അനങ്ങാത്തൊരവസ്ഥ വരുന്നു. ഈ അനങ്ങാത്ത അവസ്ഥ ഒന്ന്. രണ്ടാമത്തത്, കഴിക്കുന്ന ഫുഡിൽ നേരത്തെയൊക്കെ തവര, മുരിങ്ങ, നമ്മൾ പറമ്പിൽ നിന്ന് ഉപയോഗിക്കുന്ന ധാരാളം വസ്തുക്കൾ ഉണ്ടാകുമായിരുന്നു. ജനുവിനായിട്ട് അതിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ഗുണങ്ങൾ നശിച്ചു. ഇപ്പൊ പച്ചക്കറി തന്നെ ആണെങ്കിൽ നമ്മൾ പറമ്പിൽ നിന്ന് നമ്മൾ തവര പറിച്ചാൽ 10 മണിക്ക് തവര പറിച്ചാൽ അതൊരു 3 മണിയാകുമ്പോഴേക്ക് അത് വാടിപ്പോയി. പക്ഷെ ഇന്ന് അത്തരം ഒരു ലീഫ് നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാൽ പിന്നെയും നിൽക്കും 3 ദിവസം. അപ്പൊ അതിൽ കൂടുതലും കെമിക്കൽ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പോ ഇങ്ങനെ ഒരു നല്ല ഭക്ഷണം പോലും അതിലെ അപകടം കൂടിയ ഒരു കാലത്ത് നമുക്ക് കൂടുതൽ സുരക്ഷിതത്വം കിട്ടാൻ കാരണമാകുന്ന രീതിയിൽ അതിന്റെ നിലവാരങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ലോകോത്തര നിലവാരത്തിൽ, അതായത് 45 വർഷത്തോളമായി നിലനിൽക്കുന്ന ലോകത്തെ തന്നെ നമ്പർ 1 ബ്രാൻഡ് ഒരു കമ്പനി, ആ കമ്പനിയുടെ ഇത്തരം നമ്മളെ ഈ പറഞ്ഞ പറമ്പിൽ നിന്നൊക്കെ പറിച്ചാൽ കിട്ടേണ്ടിയിരുന്ന അത്തരം ന്യൂട്രിഷൻസ് കെമിക്കലുടെ സാന്നിധ്യം പരമാവധി ഇല്ലാതെ തയ്യാറാക്കിയ ഒരു കൂട്ടം പ്രൊഡക്റ്റിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്.
അത് തയ്യാറാക്കുന്നത് തന്നെ 300ഓളം PhD ഡോക്ടേഴ്സ്, അത്തരം ആൾക്കാരുടെ തയ്യാറാക്കലാണ് ഇതിന്റെ പിന്നിലുള്ളത്. പിന്നൊന്ന്, ലോകത്തെ നമ്പർ 1 ബ്രാൻഡുകളിൽ ഒന്ന് എന്ന് പറയുമ്പോൾ 1000-ലധികം കമ്പനികളിൽ നിന്ന് അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന കമ്പനി എന്നതുകൂടി ഒരു പ്രസക്തമായ ഒരു വിഷയമാണ്. ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ബ്രാൻഡുകൾ കമ്പനികൾ ഈ മേഖലയിൽ വരുന്നുണ്ട്. നല്ല ടെക്നോളജിക്കലായിട്ട് വളരെ നല്ലത് വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മേലെ എത്തിയിട്ടില്ല നിലവിലെ കമ്പനികൾ. അപ്പോൾ ഈ കമ്പനികളുടെ പ്രൊഡക്റ്റ് പ്രചരിപ്പിക്കുന്നതിലുള്ള സാധ്യത വളരെ കൂടുതൽ. പിന്നൊന്ന്, ഇത് ബിസിനസ് ചെയ്യുന്ന രീതി. നിലവിൽ നമ്മുടെ നാട്ടിലെ പൊതുവെ ഒരു ഷോപ്പ് ഇട്ടിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളിലെല്ലാം ടാക്സും നിയമവും ഒക്കെ ലംഘിക്കാതെ കഴിയാത്തൊരവസ്ഥയാണ്. ഇത് നമ്മൾ ഒരു വിമർശനാത്മകമായി വെറുതെ ഒരു ബഹളം സൃഷ്ടിച്ച് പറയേണ്ടതില്ല. പക്ഷെ അതൊരു സത്യമാണ്. അവിടെ വളരെ ശ്രദ്ധേയമായ ഒരു വശമാണ്, നമ്മൾ ഈ ചെയ്യുന്ന ബിസിനസ്സിൽ ഒരു ടാക്സ് ലംഘനമോ അല്ലെങ്കിൽ മറ്റൊരാൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയോ ഇങ്ങനെ ഒന്നുമില്ലാത്ത ഒരു ബിസിനസ് രീതിയാണ് ഇതിലുള്ളത്. എന്നാൽ നമുക്കുള്ള സമയം ഉപയോഗിച്ച് വിഷയം പഠിച്ച് മനസ്സിലാക്കി നമ്മൾ വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുന്നു, അത് ഉപയോഗപ്പെടാൻ സാധ്യതയുള്ളവർക്ക് അത് നൽകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, നമുക്ക് മറ്റുള്ള പരിചയപ്പെടുത്താനുള്ള സുഖം. ഇത് ലോകത്തെ ഉന്നതമായ ബ്രാൻഡാണ്. 2, തയ്യാറാക്കുന്നത് ലോകത്തെ ഉന്നതരായ പ്രശസ്തരായ PhD ഡോക്ടേഴ്സ്, അതും നോബൽ പ്രൈസ് വിന്നർ എന്നൊക്കെ പറഞ്ഞാൽ ലോകത്ത് തന്നെ ഈ സയൻസിൽ വളരെ ഉയർന്നവരാണ് നോബൽ പ്രൈസ് വിന്നർ എന്ന് പറയുന്നത്. അത്തരം ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു ടീം തയ്യാറാക്കുന്നത്. മൂന്നാമത്തത് 45 വർഷമായി നിലനിൽക്കുന്നത്. ഇതൊക്കെ ഇതിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ് ആണ്. നമുക്ക് ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പ്രധാന യോഗ്യതയാണ്. പിന്നെ ബിസിനസ് ചെയ്യുന്ന രീതി ഡയറക്ട് സെല്ലിംഗ് എന്നാ പറയാം. ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്താണ്? കമ്പനിയിൽ നിന്ന് നേരെ കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നു. അപ്പോ സാധാരണ പ്രൊഡക്റ്റുകളുടെ സ്വഭാവം എന്താന്ന് പറഞ്ഞാൽ, ഒരു സോപ്പായാലും പേനയായാലും നമ്മൾ വാങ്ങുന്ന ഏതൊരു വസ്തു ആയാലും 60% അതിന്റെ മേൽപോട്ടും അതിന്റെ വിലയുടേത് പരസ്യങ്ങൾക്കാണ് പോകുന്നത്. അത് പൊതുവെ ഏതൊരു പ്രൊഡക്റ്റിന്റെയും മാർക്കറ്റ് സ്വഭാവമാണ്. ഇതിലെ ആ ഒരു തുക നേരെ പിന്നെ ആരിലേക്ക് വരുന്നു? ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നവരിലേക്ക് വരുന്നു എന്നത് മാത്രമാണ് ഇതിലെ ഒരു പ്രത്യേകത. പിന്നെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയ, കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഇത് മണി ചെയിൻ അല്ലേ? മണി ചെയിൻ രാജ്യത്ത് വിരോധിക്കപ്പെട്ട ഒരു ബിസിനസ്സാണ്. മണി ചെയിന്റെ താരിഫ്, അതിന്റെ നിർവചനം, ഒരു ക്യാഷ് ചെലവഴിച്ച് പകരം ഒരു പ്രൊഡക്റ്റോ സർവീസോ ഇല്ലാതെ ക്യാഷ് വർദ്ധിപ്പിക്കുന്നതാണ്, ആൾക്കാരെ ചേർത്തിട്ട് ക്യാഷ് വർദ്ധിപ്പിക്കുന്നതാണ് മണി ചെയിന്റെ താരിഫ്, അതിന്റെ നിർവചനം. അങ്ങനെ ഒരു സംഭവം ഇതിലില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് മാത്രം അത് വാങ്ങാം. അത് വാങ്ങുമ്പോൾ അതിന്റെ ക്യാഷ് കൊടുക്കാം, അതിൽ കൂടുതൽ ക്യാഷ് കൊടുക്കേണ്ടതില്ല, ഒരാളെ ക്യാഷ് വാങ്ങേണ്ടതില്ല. ഇങ്ങനെ ഒരാളെ വഞ്ചിക്കപ്പെടണമെങ്കിൽ അയാളെ ക്യാഷ് വാങ്ങണ്ടേ? അപ്പോൾ ക്യാഷ് വാങ്ങുന്നില്ല. എപ്പോഴാണോ അയാൾ പ്രൊഡക്റ്റ് വാങ്ങുന്നത് അപ്പോൾ അയാൾ ക്യാഷ് കൊടുക്കുന്നു, പ്രൊഡക്റ്റ് വാങ്ങുന്നു, ഖലാസ്. അപ്പോ അതേ ഇതിലുള്ളൂ. പിന്നെ ഈ ഒരു വിഷയമുണ്ട്. അതെന്തെന്ന് പറഞ്ഞാൽ, ചില കമ്പനികളൊക്കെ മണി ചെയിന്റെ ഇതിൽ തുടങ്ങുകയും പിന്നീട് പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ചില പ്രൊഡക്റ്റുകൾ കൊടുക്കും. ഉദാഹരണത്തിന് 1000 രൂപയുള്ള വാച്ച് കൊടുക്കും, 15,000 രൂപക്കാണ് അവർ കൊടുക്കുന്നത്. അതൊരു ചതിയാണ്. അവർ മണി ചെയിന്റെ മറ പിടിക്കാൻ വേണ്ടി പ്രൊഡക്റ്റ് വെക്കുന്നു. എന്നിട്ട് പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ പ്രൊഡക്റ്റ് വാങ്ങണം, ഇന്ന പ്രൊഡക്റ്റാണ് അത് വാങ്ങണം എന്ന് പറയും. ഇവിടെ അങ്ങനല്ല. ഇത്രയും പ്രൊഡക്റ്റുകളുണ്ട്, പ്രൊഡക്റ്റിന്റെ ഗുണം ഇന്നതാണ്, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം, ഇന്ന ഗുണമുണ്ട്. അല്ലാതെ ഒരാളെ നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുകയോ പറ്റിച്ച് വാങ്ങിപ്പിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇതാണ് ഇതിന്റെ രീതി. അതുകൊണ്ട് ഒരാളും എവിടെയും വഞ്ചിക്കപ്പെടുകയോ ഒരാളുടെ ക്യാഷ് നഷ്ടപ്പെടുകയോ ഇതൊന്നും ചെയ്യാനുള്ള സാധ്യതകളില്ലാത്തൊരു ബിസിനസ് രീതിയാണ്. അതേസമയം പിന്നെ നമ്മൾ ഒരാൾക്ക് പ്പെടുത്തിയിട്ട് അയാൾ പ്രൊഡക്റ്റ് വാങ്ങി ക്യാഷ് കമ്പനിയിൽ എത്തിയാൽ അവിടെ തെളിവുണ്ടാകും, നമ്മൾ മുഖേനയാണെന്നുള്ളതിന്റെ തെളിവുണ്ടാകും. ആ തെളിവനുസരിച്ച് കമ്പനി നമുക്ക് ക്യാഷ് തരും. നമ്മുടെ പൊസിഷൻ കയറുന്നതിനനുസരിച്ച്, നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് പൊസിഷൻ തീരുമാനിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് അതിന്റെ വരുമാന സാധ്യത വർദ്ധിക്കും. വരുമാന സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു 10 കസ്റ്റമർ ഒരു മാസം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒരു മാസം 20,000 രൂപയുടെ മേൽപോട്ട് കിട്ടിത്തുടങ്ങും.
അത്രയും കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് തുടർന്നു പോകുമ്പോൾ ഒരു 6 മാസം മുതൽ ഒരു 9 മാസം, ഒരു വർഷമൊക്കെ ആയാൽ തീർച്ചയായും 1 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യാൻ സാധ്യതയുള്ള ബിസിനസ് രീതിയാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നമ്മളൊരു ഷോപ്പിൽ നിന്ന് ഒരു സാധനം വാങ്ങി ഒരാൾ പോയാൽ അയാൾ പിന്നീട് ആ സാധനം വാങ്ങാനുള്ള സാധ്യത അത് ഇതിൽ കൂടുതലുണ്ട്. കാരണം ഇതിന്റെ ക്വാളിറ്റിയും അതിന്റെ നേട്ടങ്ങളും വളരെ കൂടുതലായതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിക്കാനും കൂടുതൽ ആൾക്കാർക്ക് ഇതിന്റെ ആവശ്യകതയും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആൾക്കാർ എപ്പോഴും കൂടുതൽ വരാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ് വർദ്ധിക്കാനും ബിസിനസ് വികസിക്കാനും നേട്ടങ്ങൾ ഉണ്ടാകാനും വളരെ സാധ്യതയുണ്ട്. ഇത് സാധ്യത ഉണ്ടെന്ന് ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പോഴാണ് ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് ഇത് ശരിയാണോ, ഇത് വിജയിക്കുമോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു കുറഞ്ഞ കാലം ഇത് പൈലറ്റ് മോഡായിട്ട് വർക്ക് ചെയ്തിരുന്നു. 50,000 രൂപ കമ്പനിയുടേത് മാസത്തിൽ കിട്ടുന്ന രീതിയിൽ ഞാൻ ആ ബിസിനസ് ചെയ്തിട്ടുണ്ട്. വളരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് ആകെ ഉപയോഗിച്ച മീഡിയ മാർഗം എന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് മാത്രമാണ്. എന്നിട്ട് പോലും അത്രയേറെ നേട്ടമുണ്ടാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതാണ് എന്റെ അനുഭവം. എന്ന് മാത്രമല്ല, ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ട് മാസത്തിൽ 1 ലക്ഷം കിട്ടുന്ന രീതിയിൽ എന്റെ അണ്ടറിൽ എന്റെ ട്രെയിനിങ് ഉപയോഗിച്ച് ഒരാൾ ചെയ്തിട്ട് വിജയിക്കുന്നതും കണ്ടപ്പോഴാണ് അത് ശരിയാണ് എന്നും നടക്കുമെന്നും ഞാൻ സ്ഥിരീകരിച്ചത്. ഇനി അതിനു വേണ്ട ഒരു കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളെല്ലാം അൽഹംദുലില്ലാഹ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ മറ്റോ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാനത് സംശയം ദൂരീകരിച്ചു തരാൻ എനിക്ക് കഴിയും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആർക്കെങ്കിലും ഇത് സംബന്ധമായ സംശയം ചോദിക്കും. വാലൈക്കും അസ്സലാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ചെറിയ സംശയം. നമ്മളിപ്പോ ഉസ്താദ് പറഞ്ഞല്ലോ, ഒരു 45ഓളം വർഷമായി 45ഓളം രാജ്യങ്ങളിൽ ഇത് വികസിച്ചിട്ടുണ്ടല്ലേ പ്രൊഡക്റ്റ്? 95 രാജ്യങ്ങളിലധികം ഉണ്ട്. 95. അപ്പൊ ഇതിന്റെ മെയിൻ മാർക്കറ്റിംഗ് എവിടുന്നാണ്? ഇത് ഉണ്ടാക്കുന്നത് എവിടുന്നാണ് ഈ പ്രൊഡക്റ്റ്? അതില് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് അതിന്റെ ഇപ്പോ ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. എന്നാൽ ഈ കമ്പനിയുടെ സ്റ്റാർട്ടിങ് വരുന്നത് അമേരിക്കയിലാണ്. അമേരിക്ക. ഇന്ത്യയിൽ ഇപ്പൊ എവിടെയാണ് ഉണ്ടാക്കുന്നത്? ഇന്ത്യയില് ബാംഗ്ലൂരില് ഇതിന്റെ വെയർഹൗസുകളായി 12ഓളം വെയർഹൗസുകൾ ഉണ്ട്. അതേസമയത്ത് ബാംഗ്ലൂരിലാണ് ഇതിന്റെ പ്രഥമ കേന്ദ്രം. അതുപോലെ മറ്റൊരു സംശയം, പുസ്തകം നമ്മളൊരു മാസം ഒരു 10 കസ്റ്റമർ, അപ്പൊ ഈ 10 കസ്റ്റമർ ചേർക്കുമ്പോ ഈ 10 കസ്റ്റമറെ ചേർത്തതിനുള്ള ഒരു പ്രതിഫലം നമുക്ക് തരുന്നത് കമ്പനി ആയിരിക്കും അല്ലേ? അതെ അതെ, കമ്പനി. അതായത് ചേർക്കുക എന്നുള്ള പദം പോലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ആ ചേർക്കുന്നതിന് ശരിക്കും ഒന്നുമില്ല കേട്ടോ. അതായത് 10 കസ്റ്റമർ പ്രൊഡക്റ്റ് വാങ്ങിച്ചാല് ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചതിന്റെ അത് കമ്പനിക്ക് മിൽക്കായ എമൗണ്ട് നമ്മുടെ വർക്കിന്റെ ആ നേട്ടത്തിന്റെ അനുപാതം അനുസരിച്ച് കമ്പനിക്ക് മിൽക്കായ എമൗണ്ട് കമ്പനി നമുക്ക് തരികയാണ് ചെയ്യുക. മറ്റൊരു ഇൻകം നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, എന്നിട്ട് ആ പ്രൊഡക്റ്റ് വിറ്റിട്ട് അതിന്റെ ക്യാഷ് നമ്മൾ വാങ്ങും. ഇങ്ങനെ 2 രീതിയിൽ ഇൻകം ഉണ്ടാകും. ഒന്ന്, നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മൾ തന്നെ വിൽക്കുന്നു, നമുക്ക് ആ എമൗണ്ട് നമുക്ക് എടുക്കാം. മറ്റൊന്ന്, നമ്മൾ ഇവരെ കമ്പനിയിൽ ഒരു കസ്റ്റമർ, 2 രീതിയിൽ കമ്പനിയിൽ നമുക്ക് ഒരാളെ അഡ്മിറ്റ് ചെയ്യാം. ഒന്ന് അവർ കസ്റ്റമറായിട്ട്, മറ്റൊന്ന് അവരെ ബിസിനസ്സുകാരായിട്ട് അവർ വളരുമ്പോൾ അവർക്ക് ബിസിനസ് ട്രെയിനിങ് കൊടുക്കണം. കസ്റ്റമർ ആകുമ്പോൾ പ്രൊഡക്റ്റ് വിവരങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പോഴാണ് ഇവർക്ക് വാങ്ങാൻ പറ്റുക. ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് നമ്മൾ ഉസ്താദുമാര് അതുപോലെയൊക്കെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് മുഖേന മറ്റുള്ളവർക്ക് കിട്ടുന്ന ഉപകാരം വളരെ വലുതാണ്. എനിക്ക് 1000-ലധികം ഒരു പക്ഷേ അനുഭവങ്ങൾ കാണും. അതില് വളരെ സന്തോഷം തോന്നും ഓരോന്നോരോന്ന് കേൾക്കുമ്പോഴും. ഞാൻ ഓർക്കുകയാണ്, ഞാൻ സെന്ററിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരി
ഒരു പ്രാസ്ഥാനികമായി നമ്മളായിട്ട് പ്രത്യേക ടച്ച് ഒന്നുമില്ല. പക്ഷെ മറ്റൊരാളെ റെക്കമെൻഡ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരികയാണ്. കുറെ കാലമായിട്ട് ഒരു ഭയങ്കര ശാരീരിക പ്രയാസങ്ങൾ, പലതരം പ്രയാസങ്ങൾ. ഈ പ്രയാസങ്ങളെല്ലാം കൂടി ഇങ്ങനെ കേട്ടപ്പോ എന്റെ ഒരു സുഹൃത്ത്, ഒരു PhD ഡോക്ടർ ഉണ്ട്, അയാളെ സമീപിച്ചതാണ്. അപ്പൊ അയാൾ പലതും പറഞ്ഞിട്ട് മാറാതിരുന്നപ്പോ ഇയാൾ അറ്റൻഡ് ചെയ്തു. അപ്പൊ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോ അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ കേട്ടപ്പോ ഇവരുടെ വയറിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വയറിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട സിംപ്ലി പ്രോബയോട്ടിക്കും അതുപോലെ അലോ കോൺസെൻട്രേറ്റും ഇത് വയറിന്റെ ഹെൽത്തിന് നല്ലതാണ്, നിങ്ങളൊന്ന് ഉപയോഗിച്ചു നോക്കുന്നു പറഞ്ഞു. അവരത് ഉപയോഗിച്ചിട്ട് അവർ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ തഹജ്ജുദൊന്നും നിസ്കരിക്കാറില്ല, പക്ഷെ ഇപ്പൊ എപ്പോഴും തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നത് നിങ്ങൾക്ക് ദ്വാരക്കാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് പറയുന്നത് അസഹ. അതിന്റെ കാരണം പറഞ്ഞത്, എനിക്ക് പുറത്തൊക്കെ പോയി വന്നാൽ ഒരുതരം ഭ്രാന്ത് പോലെ അസ്വസ്ഥത ഉണ്ടാവുകയായിരുന്നു. പക്ഷേ ഇത് ശരിയായപ്പോ ഇപ്പൊ ഭയങ്കര സുഖമാണ്, ഭയങ്കര റാഹത്താണ്. ഇങ്ങനെ ഒരുപാട് കേസുകൾ പറഞ്ഞാൽ നീണ്ടുപോകും. വളരെ എഡ്യൂക്കേറ്റഡ് ആയ ഒരു എഞ്ചിനീയർ ആയ സുഹൃത്തുണ്ടായിരുന്നു, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പെരിന്തൽമണ്ണ ഭാഗത്താണ്. അപ്പൊ ആഞ്ചേരി എന്റെ ഹാപ്പിസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുത്തിട്ട് ഉമ്മയുടെ അസുഖം പറഞ്ഞു. പെങ്ങള് ഡോക്ടറാണ്, ഉപ്പ എഞ്ചിനീയറാണ്, ഒക്കെ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവരെ ഫാമിലിയെ കൂട്ടിയിട്ട് ഒരു ദിവസം വരികയാണെങ്കിൽ ഞാൻ ഇത് പറഞ്ഞുതരാം. അവർ വന്നു, ഞാൻ പ്രൊഡക്റ്റും അവരുടെ രോഗവും അവരുടെ ശാരീരിക അവസ്ഥയും ഇതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തു. ഞാനത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ബോധ്യപ്പെട്ടു. അവരതിന്റെ ഒരു അഡ്വാൻസ് ലെവൽ എന്ന് പറയാം, അതിൽ പ്രധാനപ്പെട്ട എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിയിട്ട് ഒരു 35,000 രൂപയുടെ പ്രൊഡക്റ്റെങ്കിലും അവർ വാങ്ങിച്ചു. അങ്ങനെ അവർ ഉപയോഗപ്പെടുത്തി. ഒരു 3 മാസത്തിന് ശേഷം അവരെന്നോട് പറഞ്ഞു, എല്ലാം, പ്രഷറിന്റെ പ്രശ്നവും കൊളസ്ട്രോളിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, തൈറോയിഡിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു, ഇപ്പൊ എല്ലാം നോർമലാണ്, ഭയങ്കര റാഹത്താണ്, അതിനേക്കാളെല്ലാം വലിയൊരു സന്തോഷം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അന്ന് എൻ്റെ അടുത്ത് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ടീത്ത് പ്ലാന്റേഷന്റെ, പല്ലിന്റെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് എടുത്തിട്ട് 1,50,000 രൂപ എസ്റ്റിമേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3 മാസത്തിന് ശേഷം അവര് ചെക്കപ്പിന് വേണ്ടി, ആ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെന്നപ്പോ അയാൾ പറഞ്ഞു, ആ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല. അപ്പൊ അയാൾ പറഞ്ഞു, ഇതല്ലാത്ത വേറൊരു കാരണമില്ല, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതല്ലാത്ത കാരണമില്ല, കാരണം പ്രായം അത്യാവശ്യം പ്രായമുണ്ട്. അപ്പോ അത്ര ഉപകാരപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇത് ആൾക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം നിങ്ങളെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കാണ്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രോഗത്തിനുള്ള ചികിത്സയല്ല, അല്ലെങ്കിൽ രോഗപ്രതിരോധ കുത്തിവെപ്പ് പോലെയുള്ള സാധനമൊന്നും അല്ല, മറിച്ച് ആരോഗ്യത്തിന് നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാവുന്ന ഫുഡ് കാറ്റഗറിയിലുള്ള, മെഡിസിൻ കാറ്റഗറി അല്ല, ഫുഡ് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ്, അതിലെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, ആരോഗ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവർക്കത് ബോധ്യപ്പെട്ട് അവരത് ഉപയോഗപ്പെടുത്തുന്നു. ഇതാണ് ഇതിന്റെ രീതി. പല്ലിന്റെ എന്ത് ചികിത്സയായിരുന്നു 1,00,000 വരുന്നത്? അവരെ ടീത്ത് പ്ലാന്റേഷൻ, അതിൽ അതിന് ചേഞ്ച് വരുത്തുന്ന ഒരു ചികിത്സ എന്നാണ് അവർ പറഞ്ഞത്. അതായത് പല്ലിന്റെ തന്നെ ബേസ് വരുന്ന ഒന്നാണ് ഈ പ്ലാന്റേഷൻ. അതിന് ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു അവർ പറഞ്ഞത്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അതിന് നല്ല എക്സ്പെൻസും വരും എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഈ നമ്മളെ എല്ലിന്റെ ബലം ഞാൻ മനസ്സിലാക്കിയത്, അതിന്റെ ആദ്യം അവർ പറഞ്ഞതിലില്ല. അവർ പറഞ്ഞത് മറ്റു ബ്ലഡും ഇതിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കാര്യമായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ ഇവര് റിസൾട്ട് പറഞ്ഞപ്പോഴാണ് അവർ ഈ വിവരം പറയുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് എല്ലിന്റെ ആരോഗ്യത്തിൽപ്പെട്ടതാണ് ഈ പല്ലിന്റെ ബേസ്. അപ്പൊ അതിനും കൂടി അത് ഫലപ്പെട്ടു. അങ്ങനെ ഫലപ്പെട്ടപ്പോ പിന്നെ ട്രീറ്റ്മെന്റ് തന്നെ ആവശ്യം. അതായത് പല്ല് ഫുള്ളായിട്ട് ഇളകി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. പ്ലാന്റേഷനിൽ തന്നെ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന് പ്ലാന്റേഷൻ ചേഞ്ച് എന്നാണ് അവർ പറഞ്ഞതെന്ന് എൻ്റെ ഓർമ്മ. അപ്പൊ അതിന് വലിയ എക്സ്പെൻസ് വരും. അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ തന്നെ ഇത്രയും രൂപ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചികിത്സക്ക് അവർ തീരുമാനിച്ചതുമാണ്. പക്ഷെ 2 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് അത് ആവശ്യമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇതിന്റെ ഭാഗമായാല് മാസത്തിൽ ഇത്ര രൂപക്ക് തന്നെ വാങ്ങുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കണ്ടീഷനും ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഏതാണോ അത് വാങ്ങുക. അതേസമയത്ത് നിങ്ങൾക്ക് ഇന്ന സ്ഥാനം തീരുമാനിക്കാൻ ഓരോന്നുണ്ട്. ഇപ്പോൾ 100 വോളിയം പോയിന്റ് ആകുമ്പോൾ 25% റിഡക്ഷൻ കിട്ടുന്ന സ്ഥാനമാണ്. 500 വോളിയം പോയിന്റ് ആകുമ്പോൾ 35% റിഡക്ഷൻ കിട്ടാനുള്ള സ്ഥാനമാണ്. അതുപോലെ
2 മാസത്തിനിടയിൽ 1000 ബോളിംഗ് പോയിന്റ് ആയാൽ 42%, അല്ലെങ്കിൽ പിന്നെ 3 മാസത്തിനിടയിൽ 3-4 കറക്റ്റ് ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് എന്റെ വീഡിയോയിലുണ്ട്. 2500 ബോളിംഗ് പോയിന്റ് ആയാലും 42%. അതല്ല 12 മാസത്തിനിടയിൽ 4000 ബോളിംഗ് പോയിന്റ് ആയാലും നമുക്ക് 50%. ഇപ്പൊ സൂപ്പർവൈസർ ഈ സ്ഥാനം കിട്ടാൻ ഇത്രയും ബോളിംഗ് പോയിന്റ് വേണമെന്നല്ലാതെ നിങ്ങൾ ഇത്ര പർച്ചേസ് ചെയ്തിരിക്കണം, ഇത്ര വാങ്ങണം എന്ന മറ്റ് ഡിമാൻഡുകളില്ല. ഇത്ര ആകുമ്പോഴാണ് നിങ്ങളെ സ്ഥാനമാകുന്നത് എന്ന് മാത്രം. അല്ലാതെ പിന്നെ എന്തിന് നിങ്ങളെ ഇടപാടിന് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടാനോ അതിന് ഇന്ന കണ്ടീഷൻ ഇല്ല. ഇടപാടുമായി ബന്ധപ്പെട്ട്, അതായത് ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഈ ഇടപാട് ബൈഇന് മറ്റൊരു ഷർത്ത് വെക്കാൻ പാടില്ല എന്ന നിയമമാണ്. അതാണ് കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അത് ആ നിയമത്തിന്റെ തന്നെ അടിസ്ഥാനം എന്താണെന്ന് അറിയാം. ഇപ്പൊ ഞാൻ ഒരു പേന വാങ്ങുന്നു, ആ പേന എനിക്ക് ഉടമസ്ഥാവകാശം ഉണ്ടായിട്ട് എഴുതണം. ആ എഴുതാൻ തടസ്സമാണ് അതിന് മറ്റൊരു ഷർത്ത് വെച്ചാൽ. എനിക്കെന്റെ ആ ഉടമസ്ഥാവകാശത്തിന് തടസ്സമാണ് മറ്റൊരു ഷർത്ത് വെച്ചാൽ. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മറ്റ് യാതൊരു ഡിമാൻഡും ഇല്ല. ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ അത് നമ്മുടേതാണ്. അത് വിൽക്കണമെങ്കിൽ വിൽക്കാം, ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ ബൈഇന് ഒരു ഷർത്തുമില്ല. അതേസമയത്ത് നിങ്ങളെ ജോലിക്ക് ഷർത്തുണ്ട്. അതായത് നിങ്ങൾക്ക് സുഹൃസ്ഥാനം കിട്ടണമെങ്കിൽ നിങ്ങൾ ഇന്ന കണ്ടീഷൻ വേണം. നിങ്ങൾക്ക് ഒരു അധ്യാപകൻ സ്ഥാനമാകണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കണ്ടീഷൻ വേണം. അതുപോലെ നിങ്ങൾക്ക് സാലറിയിൽ ഇൻക്രിമെന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വർഷം പൂർത്തിയാകണം, ഇത്ര വർഷം ആകണം എന്ന കണ്ടീഷൻ ഉള്ളതുപോലെ നിങ്ങളെ ജോബിൽ നിങ്ങൾക്ക് ഈ സ്ഥാനങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇന്ന കണ്ടീഷൻ ഉണ്ടാകണം. അത് പ്രശ്നമില്ലാത്ത കണ്ടീഷനാണ്, അതൊരു പോസിറ്റീവാണ്. അല്ലാതെ ഇടപാടിന് ബൈഇന് യാതൊരു ഡിമാൻഡും ഇല്ല, ഒരു ഷർത്തും ഇല്ല. ഇതേപോലത്തെ ഒരു കമ്പനിയെ കുറിച്ചുള്ള നമ്മളെ കൊട്ടുകരസ്ഥാന്റെ ഒരു പ്രസംഗം മുമ്പ് കേട്ടിരുന്നു. അപ്പൊ അതിൽ പ്രധാനമായും പറയുന്നത് ബൈവും ഷർത്ത് വരുന്നുണ്ടെന്നായിരുന്നു. അപ്പൊ അല്ലാത്തയാണോ ഇതിലുള്ള? ഇല്ല, ബൈഇന് എന്തായാലും ഇതിൽ ഒരു ഷർത്തും ഇല്ല. അതായത് ബൈ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നു. പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് ബൈഇന് അഥവാ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിൽ യാതൊരു കണ്ടീഷനും ഇല്ല. അത് വിൽക്കാൻ നിങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല. പുറത്ത് വാങ്ങിയാൽ അത് നിങ്ങളുടേതാണ്, അതിനൊരു ഡിമാൻഡും ഇല്ല. അതെ, അതിലൊന്ന് പറഞ്ഞു തോന്നുന്നത് ഇപ്പൊ നമ്മളൊരു 1000 രൂപേന്റെ ഫസ്റ്റ് പർച്ചേസിങ് ആണെങ്കിൽ ആ 1000 രൂപയ്ക്ക് വാങ്ങുന്നത് ഈ പ്രൊഡക്റ്റ് മാത്രമല്ല, പ്രൊഡക്റ്റും പിന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു സംഗതിയും കൂടെയാണ്. അതൊരു മുബഹമായ ഭാഗമാണ്. എത്ര തഹദീദ് ഇല്ലാത്തതുകൊണ്ട് മബി അവിടെ എന്തല്ല ഒരു മുഅയ്യനല്ല എന്നൊരു പക്കത്തിൽ കേട്ടിട്ട് ഓർക്കുന്നു. അപ്പൊ അതിപ്പോ ക്ലിയർ ആയില്ലേ? ഞാൻ പറഞ്ഞതിൽ നിന്ന് ക്ലിയർ ആണോ? അതായത് പിന്നെ അങ്ങനെ ഒരു നിബന്ധന ഇല്ല, ഈ സാധനം തന്നെ ഇല്ല. വാങ്ങുന്നുള്ളൂ. അതെ, നിങ്ങൾ വാങ്ങുന്ന വസ്തുവിന് അത് നിങ്ങൾക്ക് മിൽക്കാകുന്നതിന് യാതൊരു ഡിമാൻഡും ഇല്ല. അപ്പൊ ഇതിലിപ്പോ ജോയിന്റ് ആവുക എന്നുള്ളത് ബൈയോട് കൂടെയാണോ അതോ അല്ലാതെ ഫ്ലൈറ്റ് എങ്ങനെയാണോ? അതെ, അതായത് ഇതിൽ ജോയിൻ ആകുന്നതിന് നിങ്ങളെടുത്ത് നിന്ന് ഒരു ഫീസും ഈടാക്കൊന്നും ഇല്ല. വാങ്ങണം എന്ന് ഷർത്ത് ജോയിന്റ് ആവാൻ അങ്ങനെ ഉണ്ടോ? ഇല്ല ഇല്ല, അതുമില്ല. നിങ്ങൾ ജോയിന്റ് ആയതുകൊണ്ട് വാങ്ങണം എന്ന നിബന്ധനയും ഇല്ല. പിന്നെ ഈ പൊസിഷനുകൾ എത്തിക്കഴിഞ്ഞാൽ പൊസിഷൻ നിലനിൽക്കണമെങ്കിൽ നിബന്ധന ഉണ്ടാവും, അതോ അതിൽ തന്നെ കിടക്കുമോ? അതുണ്ട് കേട്ടോ, അതുണ്ട്. അതൊരു പോസിറ്റീവ് ആണല്ലോ. കാരണം പിന്നെ നിങ്ങൾക്ക് അധ്വാനം ഇല്ലാതെ നിങ്ങൾക്ക് വരുമാനം വരുന്നു എന്ന് പറയുന്ന ഒരു ന്യായമല്ലല്ലോ. അതായത് ഒരു വർഷത്തിനിടയിൽ ഇത്ര കച്ചവടം നടക്കുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ യഥാർത്ഥ കച്ചവടക്കാരെന്ന് പറയും. അതുണ്ട്, അതൊരു നെഗറ്റീവ് അല്ലല്ലോ, അതൊരു കുറവ് സാധനമല്ലല്ലോ. പൊസിഷൻ കയറും തോറും വർക്കുകൾ കൂടുതൽ വരും അല്ലേ? ഓ, ഒന്നുകൂടി പറയാം. അല്ലേ, പൊസിഷൻ കയറും തോറും പിന്നെ കൂടുതൽ വർക്കുകൾ വരുമായിരിക്കും അല്ലെ? അങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകാന്നുള്ള. അതില് പൊസിഷൻ കൂടുമ്പോ വർക്ക് എന്താ വരിക എന്നറിയാം. ഞാൻ ജസ്റ്റ് എന്റെ ശേഷമുള്ള വീഡിയോകളൊന്ന് കണ്ടാൽ കറക്റ്റ് മനസ്സിലാകും. അതായത് പൊസിഷൻ വർദ്ധിക്കുന്ന സമയത്ത് നമ്മളെ വർക്ക് സ്മാർട്ട് വർക്കാകും. ഉദാഹരണത്തിന് ആദ്യം നമ്മൾ കസ്റ്റമർക്ക് പരിചയപ്പെടുത്തലും അവരെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക, ബിസിനസ്സുകാരനാണെങ്കിൽ ബിസിനസ് പരിചയപ്പെടുത്തുക, പിന്നെ അവർ ടീമൊക്കെ ആകുമ്പോൾ ടീമായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കുക, നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക, സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ,
അതുപോലെ ഈ ആരോഗ്യശാസ്ത്രം, അതുമായി ബന്ധപ്പെട്ടൊരു ബോധം ഉണ്ടാകുന്ന എഡ്യൂക്കേഷൻ, പിന്നെ നമ്മൾ പെരുമാറ്റം നന്നാകാനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക, ഇങ്ങനെയുള്ള ഇതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട അധ്വാനം. ആ അധ്വാനം അപ്പോൾ ആവശ്യമാകും, അതിന്റെ നേട്ടം ഉണ്ടാവും, അതിനനുസരിച്ച് പുരോഗതി ഉണ്ടാവും. ഉദാഹരണത്തിന് ഞാനിപ്പോ ഈ ടീമിന് ഇതുപോലെ ഇരുത്തിയിട്ട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നു, മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു, എന്നിട്ട് അതിന്റെ സത്യസന്ധതയും ബോധ്യവും ഒക്കെ ബോധ്യപ്പെടുത്തുന്നു, മൂല്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. അത് ഒരു അധ്വാനാണല്ലോ. ഇത് നമ്മൾ ടീമിനെ പഠിപ്പിക്കുമെന്ന്, ഞാൻ ലീഡേഴ്സ് ആകുമ്പോൾ ലീഡേഴ്സിനെ പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ ഭാവിയിൽ കാണുന്നത് ഇൻഷാ അല്ലാഹ് നമ്മൾ സാധാരണ പഠിക്കുകയൊക്കെ ചെയ്താലും ഫാമിലിയിൽ ചേഞ്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഞാനൊരു ബിരുദം എടുത്തിട്ടുണ്ടെങ്കിലും എന്റെ ഫാമിലി, എന്റെ ഭാര്യ, എന്റെ മക്കൾക്ക് അതിന്റെ മൂല്യങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു റിസ്കി ഒരു വിഷയമാണ്. അതേ സമയത്ത് ഇതിലൂടെയാകുമ്പോൾ ഫാമിലിക്ക് അടക്കം ട്രെയിനിങ് കൊടുക്കാനും, ഫാമിലി തന്നെ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കാനും, മൂല്യങ്ങൾ ശ്രദ്ധിക്കാനും, ആരോഗ്യം ശ്രദ്ധിക്കാനും, പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെ വല്ലാതെ ഉപകാരപ്പെടുന്നു എന്നത് ഞാൻ കണ്ട വലിയൊരു സാധ്യതയാണ്, വലിയൊരു പോസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ടീമിൽ ഒരാൾ പോലും ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യൂല, ഒരാളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കണം എന്ന് ചിന്തിക്കൂല. എന്റെ ഈ സംസാരം കേൾക്കുന്ന ആള് എപ്പോഴും അയാൾക്കത് ഉപകരിക്കോ എങ്കിലേ പറയാം, എങ്കിലേ അയാളെ കൊണ്ട് വാങ്ങിപ്പിക്കാവൂ. അയാൾക്ക് ഉപകരിക്കൂല എന്നാ തോന്നുന്നെങ്കിൽ അദ്ദേഹത്തോട് പറയണം, നിങ്ങൾ വാങ്ങണ്ടെന്ന് പറയണം. ഈ മൂല്യത്തിലേ നമ്മൾ ചെയ്യാവൂ. നമ്മൾ കാരണം ഒരാളുടെ സമയമോ ക്യാഷോ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മളിൽ ഉണ്ടാകണം. ഇതാണ് എന്റെ ടീമിന് ഉണ്ടാകുന്നത്. എനിക്ക് മാത്രമല്ല ഇൻഷാ അല്ലാഹ് എന്റെ ടീം പോലും അത്തരം വിഷയങ്ങൾ കയറി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, ഉപകാരപ്പെടുന്നത് മാത്രമേ അവർ പറയുള്ളൂ. അപ്പൊ ആ മൂല്യങ്ങൾ അവർ പകർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എല്ലാവരും ആ ശൈലി കൊണ്ടുവരും, എല്ലാവരും ആ ശൈലിയിൽ വരും. പിന്നെ മറ്റൊന്ന് പറയുന്നത് വിലവർദ്ധനമാണ്. ഇതേ സാധനങ്ങൾ ഇതേ മൂല്യമുള്ളത് നമുക്ക് കിട്ടാൻ ഇത്രയും അല്ലാത്തത് കമ്പനിയുടെ വാങ്ങുമ്പോൾ ഇത്ര വില വരുന്നില്ല എന്ന് പറയാറുണ്ട്. അതിനെ കുറിച്ച് എങ്ങനെയാണ്? അതില് മാർക്കറ്റ് വാല്യൂ ആണ്, ഞാനത് വിലയിരുത്തിയിടത്തോളം മാർക്കറ്റ് വാല്യൂ ആണ്. അതിൽ ചെറിയ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ഭാഗങ്ങൾ. ഒന്ന്, ഈ മേഖലയിൽ ഇന്ന് അവൈലബിൾ ആയ ഏറ്റവും ടോപ്പ് വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിയുടേതായിരിക്കും. മറ്റൊരു പ്രൊഡക്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ വാല്യൂയിൽ വരുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ റേറ്റ് കൂടും മറ്റൊരു കമ്പനിയുടേതാണെങ്കിൽ. അതേസമയം ഇപ്പൊ ചില സംഗതിയുണ്ട്, ചില പ്രൊഡക്റ്റുകൾ പിന്നെ രാജ്യത്തെ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗത്തിന്റെ അനുമതി പ്രകാരം ചില കെമിക്കലുകൾ ചേർക്കാവുന്ന ഒരളവുണ്ട്. ആ കെമിക്കൽ ചേർത്തിട്ട് അതിനെ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുമ്പോൾ ചെലവ് കുറയും. എന്നാൽ ആ കെമിക്കൽ തന്നെ ചേർക്കാതെ ചില മെഷീനുകൾ ഉപയോഗിച്ചിട്ട് കെമിക്കൽ ചേർക്കാതെ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വെയിൽ കൊണ്ട് ഉണങ്ങിയാൽ ഒരു സാധനത്തിന്റെ മൂല്യം പോയി പോകും. വെയിൽ കൊള്ളാതെ ഉണങ്ങണം. വെയിൽ കൊള്ളാതെ ഉണങ്ങണമെങ്കിൽ പിന്നെ അതിന്റെ ചില മെഷീനുകൾ ഉപയോഗിച്ചാൽ വെയിൽ കൊള്ളാതെ ഉണക്കാൻ പറ്റും. അങ്ങനെ ഉണക്കുമ്പോൾ ചെലവ് കൂടും, കറണ്ടിൻ്റെതായിട്ടോ അല്ലാതെയോ ചെലവ് കൂടും. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിപാലനമാണ് പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് ഇത് ബ്രാൻഡ് വണ്ണാകുന്നതും ബ്രാൻഡ് കൂടുന്നതും മൂല്യം കൂടുന്നതും ഒക്കെ അതുകൊണ്ടാണ്. ലോകത്ത് തന്നെ 1000-ലധികം കമ്പനികളിൽ നിന്നാണ് ഇതിനെ ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. അതുകൂടി മനസ്സിലായാൽ നമുക്ക് മനസ്സിലാകും വിലയുടെ മൂല്യം മാർക്കറ്റ് വാല്യൂ ആണ്. ചിലപ്പോൾ കുറച്ച് കുറയാണ് ചെയ്യുന്നത്, മൂല്യം മനസ്സിലാക്കുമ്പോൾ കുറയാണ് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനത് വിലയിരുത്തിയിരുന്നു. ഈ അടുത്ത് ഇപ്പൊ ഒരാളെ, എൻ്റെ സുഹൃത്തിന് നമ്മളെ ഇതിൽ നിന്ന് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ആരോ ഒരാൾ ഇതിനെപ്പറ്റി എന്തോ തെറ്റിദ്ധാരണ, മണി ചെയിനാണെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അതിന് പകരം ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉള്ള ഒരു സാധനം വാങ്ങിച്ചു. അത് ഇതിനേക്കാൾ എത്രയോ വാല്യൂ കുറവാണ്, പക്ഷെ എത്രയോ വില കൂടുതലാണ്, എത്രയോ ഡബിൾ വില കൂടുതലാണ്. പക്ഷെ ഈ വാല്യൂ ഇല്ല, ഈ ക്വാളിറ്റിയും ഇല്ല, ഈ ഇൻഗ്രീഡിയൻസും ഇത്ര ഇല്ല. അപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. കഴിഞ്ഞ ദിവസം കണ്ടു, ആളിതിലുണ്ട്. നമ്മള് പബ്ലിക്കിൽ പറയണ്ട, ഞാനത്
ഉദ്ദേശം ഇതാണ്, അതാണ് അതിന്റെ സ്ഥിതി. ഒരു സംശയം, ഈ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ആമസോണിൽ മറ്റെങ്ങനെ അവൈലബിൾ ആണോ? അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അവര് പറയും ഈ പ്രൊഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതെ, അതെ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ അവരോട് അപ്പൊ തന്നെ അത് എടുക്കാൻ പറയാം. അത് എടുത്തിട്ട് ഈ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തിട്ട് അത് ഓർഡർ ചെയ്യുന്നിടത്തേക്ക് കൊണ്ടുവരാൻ പറയാം, കാർട്ടിൽ കൊണ്ടുവരാൻ പറയും. കാർട്ടിൽ കൊണ്ടുവന്നാൽ ജെനുവിൻ ആണെങ്കിൽ റിട്ടേൺ പോളിസി ഉണ്ടാവും. ജെനുവിൻ ആണെങ്കിൽ റിട്ടേൺ പോളിസി ഉണ്ടാവും. ഇത് നോക്കിയാൽ റിട്ടേൺ പോളിസി ഉണ്ടാവില്ല. കാരണം ഒറിജിനൽ ഒരാൾ ഇങ്ങനെ വിൽക്കൂല. ഒറിജിനൽ ഒരാൾ ഇത് വിൽക്കൂല. ഇതിന്റെ മാർക്കറ്റിംഗ് അറിയുന്ന ഒരാൾക്ക് ഒരിക്കലും ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഇത് വിൽക്കേണ്ട ഗതികേട് വരികയില്ല. അപ്പൊ അയാൾക്ക് മാർക്കറ്റ്, ഒറിജിനൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ മാർക്കറ്റ് അറിയില്ല. ഒന്ന്, ഒറിജിനൽ പ്രൊഡക്റ്റ് ഒരാൾ അങ്ങനെ വിൽക്കൂല. മൂന്നാമത്തത് ഇത് നിയമവിരുദ്ധമാണ്. ഒരുപാട് സ്ഥലത്ത് അത് പൊട്ടിച്ച വെക്കുക എന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ ക്വാളിറ്റി അല്ലാത്ത സാധനമാണ്. അത് തെളിവാണ്. റിട്ടേൺ പോളിസി കാണൂല. നിയമവിരുദ്ധമാണ് അത് അങ്ങനെ വിൽക്കുന്നത്. അപ്പൊ ഇൻഷാല്ലാ പിന്നെ നമുക്ക് ഇത് സംബന്ധമായി സംശയമുള്ളവർക്ക് ചോദിക്കാം, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം. നമുക്കിത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളൊരു കുറഞ്ഞ സമയം, ഒരു മൂല്യം, അതായത് ചില ചിന്താഗതികളിലൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ടാവും. അപ്പൊ ഉദാഹരണത്തിന് ചിലപ്പോഴൊക്കെ ഞാനിപ്പോ ഒരു വീട് ഉണ്ടാക്കുകയാണ്. അപ്പോ ഞാൻ സേവനം ചെയ്യുന്ന മഹലിൽ 500 വീടുണ്ട്. അപ്പോ ഇന്ന് ചിന്തിക്കുന്നത് ഇസ്സത്താണെന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അതേസമയം നമ്മളൊരു ബിസിനസ് ചെയ്ത്, നമ്മളൊരു കച്ചവടം ചെയ്തിട്ട് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കിയപ്പോൾ കച്ചവടക്കാരനാണ് എന്ന് പറയുന്നത്, അതിൽ നമ്മൾ തിരുത്തണം. വലിയ മഹാന്മാരായ ഇമാമിയങ്ങൾ, അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു, ഇസ്മാഇലി ഇമാം റളിയല്ലാഹു അൻഹു, ഇതുപോലുള്ള മഹാന്മാർ, ഇവരൊക്കെ പലരും ബിസിനസ് ചെയ്തവരാണ്. അപ്പൊ ബിസിനസ് ചെയ്യൽ ഒരു നെഗറ്റീവ് അല്ല. പക്ഷെ നമ്മൾ സത്യസന്ധത പുലർത്തണം. വേറൊരാളെ ക്യാഷ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബിസിനസ് നമ്മൾ ചെയ്യരുത്. അത്തരം സംഗതികൾ നമ്മൾ സൂക്ഷിച്ചാൽ മതി. അല്ലാതെ ബിസിനസ് ചെയ്യൽ നെഗറ്റീവും മറ്റുള്ളവരുടെ ഔദാര്യം കിട്ടുന്നത് പോസിറ്റീവും ഉള്ള ചിന്ത ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ആയാൽ തന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ് മിനിമം 1000-ൽ ചുരുങ്ങാത്ത പണ്ഡിതന്മാരെ ഈ രീതിയിൽ പാർട്ട് ടൈമായി വർക്ക് ചെയ്തിട്ട് ഒരിക്കലും ശമ്പളം ആവശ്യമില്ലാതെ ഖിദ്മത്ത് ചെയ്യാൻ പറ്റുന്നവരാക്കി മാറ്റണം എന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിക്കാനും കാരണം, ഞാൻ മാനേജറായിരിക്കുന്ന സമയത്ത് ഒരുപാട് ഉസ്താദുമാർക്ക് ഈ ശമ്പളം കൊടുക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിൽ ഭൂരിഭാഗം ഉസ്താദുമാരും അധ്വാനിക്കുന്നവരും നന്നായി ആത്മാർത്ഥത ഉള്ളവരുമാണ്. പക്ഷെ അവർ അർഹിക്കുന്ന തുക കിട്ടാത്തതിന്റെ പേരിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ പിൻഗാമികൾ അവരുടെ വഴിയിലേക്ക് വരാൻ ചാൻസ് ഇല്ലാത്തവരാണ്. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന മോഹമാണ് ഇങ്ങനെ ഒരു ശാക്തീകരണം നടത്തണം. അല്ലാതെ എനിക്ക് പേഴ്സണലായി ഇങ്ങനെ ഒരു ബിസിനസിന്റെ ആവശ്യമില്ല. എനിക്ക് പേഴ്സണലായി എന്റെ ട്രെയിനിങ്ങും അല്ലെങ്കിൽ എന്റെ പ്രഭാഷണവും എന്റെ സേവന മേഖല തന്നെ അൽഹംദുലില്ലാഹ് എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ മതിയായതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സേവനം ചെയ്യാൻ ഇത് വലിയ ഉപകാരമാണെന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്യണം തീരുമാനിച്ചത്. എനിക്ക് കുറെ വാരി കൂട്ടണം എന്നുള്ള അതിമുഖം അൽഹംദുലില്ലാഹ് ഇല്ല. സമയത്ത് ഇങ്ങനെ ഒരു സംഭവം അതൊരു വലിയ കാര്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഒരു അരമണിക്കൂർ ഇതുപോലെ ഉണ്ടാകും. പിന്നെ റെക്കോർഡ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തവരായിരിക്കും ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റെക്കോർഡ് ക്ലാസ് കാണുകയും സംശയമുള്ളത് വെള്ളിയാഴ്ചകളിൽ ഇതുപോലെ ചോദിക്കാം. PM-ലും ഓരോരുത്തർക്കും സംശയങ്ങളൊക്കെ ചോദിക്കാം ഇൻഷാല്ലാ. എല്ലാവർക്കും സന്തോഷം നേരുന്നു. ഇന്ന് ഒരു ട്രെയിനിങ് ഇവിടെ മലപ്പുറത്ത് തന്നെ അങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് ഏറ്റെടുത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.